പരിപാടിയിൽ പങ്കെടുക്കാത്തവരോട് പാകിസ്ഥാനിലേക്ക് പോകണമെന്ന് പറഞ്ഞതിൽ തെറ്റില്ലെന്ന നിലപാടിൽ ഉറച്ചുനിന്ന് മാളയിലെ സ്വകാര്യ സ്കൂൾ ഉടമ. വിവാദ പരാമർശത്തിൽ പ്രതിഷേധവുമായി ഇടത് സംഘടനകൾ. ഹരിതകർമ്മസേന ശേഖരിച്ച മാലിന്യത്തിനരികിൽ പ്ലാസ്റ്റിക് മാലിന്യം തള്ളി സ്കൂട്ടർ യാത്രികർ. സംഭവം മാള ഗ്രാമപഞ്ചായത്തിലെ വടമ കിണറിന് സമീപം. നടൻ ദേവൻ BJP അംഗത്വവും സംസ്ഥാന വൈസ് പ്രസിഡന്റ് സ്ഥാനവും രാജിവെച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചില ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നുവെന്നും ദേവൻ. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക്. മാളയിൽ സ്കൂൾ ഉടമയുടെ വിവാദ പരാമർശത്തിൽ പ്രതിഷേധം ശക്തമാകുന്നതിനിടെ വിശദീകരണവുമായി രാജു ഡേവിസ്. സ്കൂൾ പരിപാടിയിൽ പങ്കെടുക്കാത്തവരോട് പാകിസ്ഥാനിലേക്ക് പോകണമെന്ന് പറഞ്ഞതിൽ തെറ്റില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അദ്ദേഹം. എന്നാൽ വിശദീകരണത്തിനിടയിലും രക്ഷിതാക്കൾക്കെതിരെ രൂക്ഷ വിമർശനമാണ് സ്കൂൾ ഉടമ നടത്തിയത്. ഇത് വളരെ മോശമായ ഏർപ്പാടാണ്. ഇതൊരിക്കലും സഹിക്കാൻ പറ്റില്ല. ഒരു രാജ്യത്തെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ അതിനെ ധിക്കരിച്ച് വീട്ടിലിരിക്കുക എന്നുള്ളത് വളരെ മോശമാണ്, വളരെ മോശമാണ്. അവരൊക്കെ വേറെ വല്ല രാജ്യത്ത് വല്ല പാകിസ്ഥാനിൽ പോകേണ്ടതാണ്. അവർക്ക് ഇവിടെ ജീവിക്കാൻ അർഹതപ്പെട്ടവരല്ല. എല്ലാ സ്വാതന്ത്ര്യവർക്കും വേണം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, ഇന്ത്യയെക്കുറിച്ച് അത് ബഹുമാനമില്ലാതെയാണ് കുട്ടികളെ വളർത്തുന്നത്. അത് തന്നെ അവരുടെ കുട്ടികൾക്ക് ന്യായപ്പെടുത്തിയിരുന്നത്. അവരുടെ കുട്ടികളൊക്കെ ധിക്കാരികളും മോശക്കാരുമായി തീരുന്നതിന് കാരണം അവർക്ക് ഇതിനൊന്നും അവസരം നിങ്ങൾ ഉണ്ടാക്കുന്നില്ല. സ്കൂൾ പരിപാടിയിൽ പങ്കെടുക്കാത്തവരോട് പാകിസ്ഥാനിലേക്ക് പോകണമെന്ന് പറഞ്ഞെന്ന വിവാദ പരാമർശത്തിലാണ് സ്കൂൾ ഉടമ രാജു ഡേവിസ് വിശദീകരണവുമായി രംഗത്തെത്തിയത്. താൻ പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ലെന്നും ഏതെങ്കിലും പ്രത്യേക മതവിഭാഗത്തെ ലക്ഷ്യമിട്ടല്ല പരാമർശമെന്നും രാജു ഡേവിസ് പറഞ്ഞു. പാകിസ്ഥാൻ മാത്രം നമ്മളെ നിരന്തരമായി ആക്രമിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞത് ഇതിനൊന്നും ഇവിടെ രാജ്യസ്നേഹമില്ലാതെ വളർത്തുന്നതിന് പകരം ഇങ്ങനെ രാജ്യങ്ങളിലേക്ക് പോകുന്നതാണ് നല്ലത് എന്നാണ് പറഞ്ഞത്. അതിൽ എൻ്റെ എങ്ങനെ ഏതൊരു ഇത് രാജ്യദ്രോഹമാണെന്ന് പറഞ്ഞു. പറഞ്ഞ ആൾക്ക് കിട്ടാത്തോണ്ടാണ് ഞാൻ പറഞ്ഞത്. രാജ്യദ്രോഹമാണ്, രാജ്യത്തിന് ഇന്ത്യക്കെതിരാണെന്ന് എങ്ങനെ മനസ്സിലായി? ഞാൻ ഇന്ത്യയിലെ സ്വാതന്ത്ര്യത്തിൽ പങ്കെടുക്കുന്നു പറഞ്ഞതാണ് ഇന്ത്യക്കെതിരാണെന്ന് പറഞ്ഞേക്കണേ. അത് വിപക്കത്തോട് പറഞ്ഞതാണ്. അപ്പോൾ ഇതിൽ എനിക്ക് അതൊരു ഇച്ഛാഭംഗം തോന്നുന്നില്ല, അത് തെറ്റില്ല. ഞാനൊരു പ്രത്യേക മതവിഭാഗങ്ങളെയും ഞാൻ ആക്ഷേപിച്ചിട്ടില്ല. ഞാൻ അവരോടൊക്കെ വളരെ സഹകരിച്ചും സ്നേഹിച്ചും പോകുന്ന ആളാണ്. സ്കൂൾ പരിപാടികളിൽ പങ്കെടുക്കേണ്ടത് കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും കടമയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയെ നിരന്തരം ആക്രമിക്കുന്ന ശത്രുരാജ്യമായതിനാലാണ് പാകിസ്ഥാന്റെ പേര് പരാമർശിച്ചതെന്നും പ്രത്യേക സമുദായത്തെ ആക്ഷേപിച്ചിട്ടില്ലെന്നും രാജു ഡേവിസ് വിശദീകരിച്ചു. എന്നാൽ വിവാദ പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിക്കുന്നതിന് പകരം രക്ഷിതാക്കൾക്കെതിരെ രൂക്ഷ വിമർശനമാണ് സ്കൂൾ ഉടമ നടത്തിയത്. രാജ്യസ്നേഹവും മതനിരപേക്ഷതയും അഖണ്ഡതയും തന്നെ ആരും പഠിപ്പിക്കേണ്ടതില്ലെന്നും രക്ഷിതാക്കളുടെ മോശം മനോഭാവമാണ് വിവാദത്തിന് പിന്നിലെന്നുമായിരുന്നു രാജു ഡേവിസിന്റെ പ്രതികരണം. അവരൊക്കെ പള്ളിയിൽ പോകണമെങ്കിലും ഒക്കെ ഞാൻ ബസ്സാർ പാടിയ പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അതാത് ദിവസങ്ങളിലൊക്കെ ക്രിസ്ത്യാനികളെയായി ഞായറാഴ്ച പള്ളിയിൽ കൊണ്ടുപോകും, മുസ്ലിമുകളായ വെള്ളിയാഴ്ച പള്ളി കൊണ്ടുപോകും, മറ്റുള്ളവർ അമ്പലത്തിൽ കൊണ്ടുപോകും. അങ്ങനെ എല്ലാവർക്കും ഞാൻ ഇതിനൊക്കെ വണ്ടിയൊക്കെ അറിഞ്ഞത് കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ അത് എൻ്റെ രാജ്യസ്നേഹവും എൻ്റെ അഖണ്ഡതയും മതനിരപേക്ഷതയൊന്നും ആരും എന്നെ പഠിപ്പിക്കേണ്ട. അത് സ്വയം മനസ്സിൽ തോന്നിയ ഒരു പ്രത്യേക സ്വഭാവമുള്ളതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചിന്തിക്കാനൊക്കെ ഇടവന്നത്. വിവാദ പരാമർശത്തിന് പിന്നാലെ നൽകിയ വിശദീകരണത്തിലെ അധിക്ഷേപകരമായ പരാമർശങ്ങളും പ്രതികരണ രീതിയും രക്ഷിതാക്കൾക്കിടയിലും പൊതുസമൂഹത്തിനും പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. മീഡിയ ടൈം, മാള. ഹരിതകർമ്മസേന ശേഖരിച്ച മാലിന്യത്തിനരികിൽ പ്ലാസ്റ്റിക് മാലിന്യം തള്ളി സ്കൂട്ടർ യാത്രികർ. മാള ഗ്രാമപഞ്ചായത്തിലെ വടമ കിണറിന് സമീപമാണ് സംഭവം. മാലിന്യം തള്ളുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഹരിതകർമ്മസേന ശേഖരിച്ചു വെച്ച മാലിന്യ ചാക്കുകൾക്കരികിൽ പ്ലാസ്റ്റിക് മാലിന്യം തള്ളി സ്കൂട്ടർ യാത്രികർ. മാള ഗ്രാമപഞ്ചായത്തിലെ 8-ാം വാർഡിൽ വടമ കിണറിന് സമീപം ഓഗസ്റ്റ് 13-നാണ് സംഭവം. വാർഡിലെ വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ഹരിതകർമ്മസേന അംഗങ്ങൾ ശേഖരിച്ച മാലിന്യ ചാക്കുകൾ റോഡരികിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. ഇതിനരികിലെത്തിയ സ്കൂട്ടർ യാത്രികർ പ്ലാസ്റ്റിക് മാലിന്യം തള്ളിയ ശേഷം കടന്നു കളയുകയായിരുന്നു. സമീപത്തെ വീടുകളിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതോടെയാണ് സ്കൂട്ടറിൽ എത്തിയവരാണ് മാലിന്യം തള്ളിയതെന്ന് വ്യക്തമായത്. ദൃശ്യങ്ങൾ പരിശോധിച്ച് കുറ്റക്കാരെ ഉടൻ തിരിച്ചറിഞ്ഞ് പിഴയടക്കമുള്ള കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് മാള ഗ്രാമപഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. പൊതുസ്ഥലങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ കർശന നടപടി തുടരുമെന്നും പഞ്ചായത്തിന്റെ മാലിന്യ സംസ്കരണ സംവിധാനങ്ങളുമായി പൊതുജനങ്ങൾ പൂർണ്ണമായി സഹകരിക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു.
മീഡിയ ടൈം മാള. മാള KSRTC ബസ് സ്റ്റാൻഡിലെ അടച്ചിട്ടിരുന്ന പുറത്തേക്കുള്ള കവാടം പുനഃസ്ഥാപിച്ചു. ഗതാഗത കുരുക്കിനും അപകട സാധ്യതയ്ക്കും ഇടയാക്കിയ പ്രശ്നത്തിൽ പരാതിക്ക് പിന്നാലെയാണ് കവാടം തുറന്നത്. മാള KSRTC ബസ് സ്റ്റാൻഡിലെ അടച്ചിട്ടിരുന്ന പുറത്തേക്കുള്ള കവാടം വീണ്ടും തുറന്നു. പൊയ്യ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഔസേപ്പച്ചൻ ജോസിന്റെ സാന്നിധ്യത്തിൽ KSRTC ജീവനക്കാരാണ് കവാടം തുറന്നത്. നമ്മുടെ KSRTCയുടെ അടച്ചിട്ടിരുന്ന ഒരു ഭാഗം ഇന്ന് തുറന്നിരിക്കുകയാണ്. നിരവധി പരാതികൾ ഈ അടച്ചിട്ടതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിലടക്കം വന്നിരുന്നു. നമ്മുടെ KSRTC ബസ്സിന് കയറാനും ഇറങ്ങാനും വ്യക്തമായ സൗകര്യമുണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു. എന്നാൽ ഇന്ന് കുറച്ച് കാലങ്ങളായി ഒരു ഭാഗം അടച്ചിട്ടിരിക്കുന്ന നിലയിലാണ് നമുക്ക് കാണാൻ സാധിച്ചത്. നമുക്ക് ഷാൻഡി ജോസ് തട്ടകത്തടക്കമുള്ള സാമൂഹ്യ പ്രവർത്തകരുടെ പരാതി പഞ്ചായത്തിൽ ലഭിക്കുകയും കഴിഞ്ഞ KSRTCയുടെ മാനേജ്മെൻറ്റ് കമ്മിറ്റിയിൽ അത് ചർച്ചയാവുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇവിടെ ഈ അടച്ചിട്ടിരുന്ന ഭാഗം തുറന്നിരിക്കുന്നത്. കവാടം പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം KSRTC മാനേജ്മെന്റ് കമ്മിറ്റിയിൽ ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും ശക്തമായി ഉന്നയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രശ്നപരിഹാരത്തിന് ഇടപെട്ടത്. കഴിഞ്ഞ 40 വർഷത്തിലേറെയായി പ്രവേശനത്തിനും പുറത്തു കടക്കുന്നതിനുമായി 2 കവാടങ്ങളാണ് ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിച്ചിരുന്നത്. എന്നാൽ അടുത്തിടെ പുറത്തേക്കുള്ള കവാടം അടച്ചതോടെ ബസ്സുകൾ ഒരേ കവാടത്തിലൂടെയാണ് അകത്തേക്കും പുറത്തേക്കും സഞ്ചരിച്ചിരുന്നത്. ഇത് ഗതാഗത കുരുക്കിനും അപകട സാധ്യത വർദ്ധിക്കാനും കാരണമാകുന്നതായി പരാതി ഉയർന്നിരുന്നു. മാള KK റോഡിൽ നിന്ന് വാഹനങ്ങൾ KSRTC ജംഗ്ഷനിലൂടെ കടന്നു പോകുമ്പോൾ ഒരേ കവാടത്തിലൂടെ ബസ്സുകൾ പ്രവേശിക്കുകയും പുറത്തു കടക്കുകയും ചെയ്യുന്നത് വാഹന ഗതാഗതത്തെ പ്രതികൂലമായി ബാധിച്ചിരുന്നു. പൊതുഗതാഗത കേന്ദ്രങ്ങളിൽ സുരക്ഷിതമായ വാഹന ഗതാഗതം ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ഷാൻഡി ജോസഫ് തട്ടകത്ത് നൽകിയ പരാതിയെ തുടർന്നാണ് വിഷയത്തിൽ ഇടപെടലുണ്ടായത്. തുടർന്ന് അടച്ചിട്ടിരുന്ന കവാടം പുനഃസ്ഥാപിച്ചതോടെ ബസ് സ്റ്റാൻഡിലെ ഗതാഗത പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്ന പ്രതീക്ഷയിലാണ് യാത്രക്കാരും നാട്ടുകാരും. മീഡിയ ടൈം മാള. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. നടൻ ദേവൻ BJP അംഗത്വവും സംസ്ഥാന വൈസ് പ്രസിഡന്റ് സ്ഥാനവും രാജിവെച്ചു. കണിച്ചുകുളങ്ങര ദേവീക്ഷേത്രത്തിലെ ഒരു ചടങ്ങിലാണ് അദ്ദേഹം തന്റെ രാജിപ്രഖ്യാപനം നടത്തിയത്. രാജിക്കത്ത് തയ്യാറാക്കിയിട്ടുണ്ടെന്നും അത് ഉടൻ തന്നെ സംസ്ഥാന നേതൃത്വത്തിന് കൈമാറുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഗുരുദേവ ദർശനങ്ങളാണ് തന്റെ രാഷ്ട്രീയം, അത് നടപ്പാക്കാൻ കഴിയുന്നില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചില ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പരിയാരം ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ പരിയാരം സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് വേസ്റ്റ് ബിന്നുകൾ വിതരണം ചെയ്തു. സോൺ ചെയർമാൻ ജോയ്സൺ കിരിയത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ക്ലബ് പ്രസിഡന്റ് രാജീവ് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ഹീര, ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ സന്തോഷ് എന്നിവർ ബിന്നുകൾ ഏറ്റുവാങ്ങി. അധ്യാപകരായ സാബു, ആനി, ജോവിൻ, സെബി ജോസഫ് എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. സ്കൂൾ പരിപാടിയിൽ പങ്കെടുക്കാത്തവരോട് പാകിസ്ഥാനിലേക്ക് പോകണമെന്ന് പറഞ്ഞതിൽ തെറ്റില്ലെന്ന നിലപാടിൽ ഉറച്ചുനിന്ന് മാളയിലെ സ്വകാര്യ സ്കൂൾ ഉടമ. വിവാദ പരാമർശത്തിൽ പ്രതിഷേധവുമായി ഇടത് സംഘടനകൾ. ഹരിതകർമ്മസേന ശേഖരിച്ച മാലിന്യത്തിനരികിൽ പ്ലാസ്റ്റിക് മാലിന്യം തള്ളി സ്കൂട്ടർ യാത്രികർ. സംഭവം മാള ഗ്രാമപഞ്ചായത്തിലെ വടമ കിണറിന് സമീപം. നടൻ ദേവൻ BJP അംഗത്വവും സംസ്ഥാന വൈസ് പ്രസിഡന്റ് സ്ഥാനവും രാജിവെച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചില ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നുവെന്നും ദേവൻ. ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.